നല്ല ചിന്ത. കുന്നുകളും ധാരാളം കൃഷിയിടങ്ങളും ഉൾപ്പെടെ ഒരു ചെറിയ ഗ്രാമത്തിൽ എല്ലാവരും ഉപേക്ഷിച്ച ഒരു സ്ഥലമുണ്ടായിരുന്നു. കളകൾ പോലും വളരുവാൻ പ്രയാസമുള്ള ഒരിനം മണ്ണും വലിയ പാറക്കല്ലുകളും ആയിരുന്നു ആ സ്ഥലത്ത് ഉണ്ടായിരുന്നത്. ഗ്രാമവാസികൾ ഇതിനെ അദൃശ്യ ഭൂമി എന്ന് വിളിച്ചത് അവിടെ നിഗൂഢമായ എന്തെങ്കിലും ഉണ്ടായിരുന്നത് കൊണ്ടല്ല, ആ സ്ഥലം കാണുവാൻ ആരും ഇഷ്ടപ്പെടാതിരുന്നത് കൊണ്ടാണ്. നദിക്കരയിലുള്ള പല ഭൂമിഷ്ഠമായ വയലുകളാണ് കർഷകർ ഇഷ്ടപ്പെട്ടത്. അവിടെ കർഷകർക്ക് നല്ല വിളവുകൾ ലഭിച്ചിരുന്നു. എന്നാൽ ഒരു വർഷം ഗ്രാമത്തിൽ കടുത്ത വരൾച്ച ഉണ്ടായി. നദീതീരങ്ങൾ വരണ്ടുണങ്ങി, ഫലഭൂയിഷ്ഠമായ വയലുകൾ ഉണങ്ങി, വീണ്ടും കീറി. മിക്ക കർഷകരും കൃഷി ഉപേക്ഷിച്ചു. എന്നാൽ ഒബിന്ന എന്ന ശാന്തനായ കർഷകൻ ആ അദൃശ്യ ഭൂമിയിൽ കൃഷി ചെയ്യുന്നതിന് ഒരുങ്ങി. ഒബിന്നയുടെ ശ്രമം കൊണ്ട് ഇതര കൃഷിക്കാർ അയാളെ കളിയാക്കി. എന്നാൽ ഒബിന്ന കഠിനമായി അധ്വാനിച്ചു. മേൽമണ്ണും വലിയ പാറക്കല്ലുകളും എല്ലാം നീക്കം ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത്, പാറക്കെട്ടുകൾക്കടിയിൽ ഉണ്ടായിരുന്ന മണ്ണ് ഈർപ്പമുള്ളതും കൃഷിക്ക് അനുയോജ്യവുമാണെന്ന്. ഒബിന്ന അവിടെ വിത്തുകൾ വിതച്ചു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നല്ല വിളവ് ശേഖരിക്കുവാൻ സാധിച്ചു. അങ്ങനെ അദൃശ്യഭൂമി അതുവരെ ആരും കണ്ടിട്ടില്ലാത്ത നല്ല വിളഭൂമിയായി. ആളുകൾ അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒബിന്ന പറഞ്ഞു, വിജയം ചിലപ്പോൾ പരാജയത്തിനടിയിൽ മറഞ്ഞിരിക്കും. കൂടുതൽ ആഴത്തിൽ നോക്കുന്നവർ മാത്രമേ അത് കണ്ടെത്തൂ. സ്വാഭാവികമായി കാണപ്പെടുന്ന നല്ല സ്ഥലങ്ങൾ മാത്രമല്ല കൃഷിക്ക് ഉപയുക്തമായത്. മരുഭൂമിയെ മലർവാടി മാറ്റിയെടുക്കുവാൻ കഴിയും. എന്നാൽ അത് നിസ്സാരമായ കാര്യമല്ല. കഠിന അധ്വാനികൾക്ക് മാത്രമേ അത് സാധിക്കൂ. പക്ഷേ മരുഭൂമി കാണുമ്പോഴും അവിടെ ഒരു മലർവാടി കാണുവാൻ ദൃഷ്ടിയുള്ളവർക്ക് മാത്രമേ അത് യാഥാർത്ഥ്യമാക്കുവാൻ കഴിയൂ. നമ്മുടെ കണ്ണീരിൽ ചിരിക്കുന്നവർ നമ്മുടെ ആത്മവിശ്വാസം കാണാൻ കഴിയാത്തവരാണ്. അവിടെ നമ്മുടെ ചിരി അവർക്ക് മുമ്പിലുള്ള വിജയപ്രഖ്യാപനമാണ്. മനസ്സിനെ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കുന്നതിലാണ് മനുഷ്യരിൽ പലരും പരാജയപ്പെട്ടു പോകുന്നത്. ലോലഹൃദയരായ മനുഷ്യർക്ക് ഇരട്ട മുഖമുള്ള മനുഷ്യരെ തിരിച്ചറിയാൻ ഒരിക്കലും കഴിയില്ല. ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതിനപ്പുറം സ്നേഹത്തിൻ്റെ ഭാഷയിൽ ചിന്തിക്കുന്നവരാണ് അവർ. അതുകൊണ്ടാണ് ഒരിക്കൽ ചതി പറ്റിയ മനുഷ്യർ വീണ്ടും വീണ്ടും ചതിക്കപ്പെടുന്നത്. മനസ്സ് ലോലമായവർക്ക് ആത്മാർത്ഥത കൂടുതലായിരിക്കും. ആത്മാർത്ഥത ആവശ്യത്തിലധികമായാൽ പിന്നെ ഒരു കുഴപ്പമുണ്ട്. ഇടപെടുന്ന മനുഷ്യരെല്ലാം തങ്ങളെപ്പോലെ ആത്മാർത്ഥതയുള്ളവരാണെന്ന് അവർ കരുതിക്കളയും. അതുകൊണ്ട് അനുഭവം എത്രയുണ്ടായാലും ഇത്തരം മനുഷ്യർ പഠിക്കില്ല. ഒരേ കുഴിയിൽ തന്നെ വീണ്ടും വീണുപോകും ഇവർ. അവരുടെ ചിരിയും അവരുടെ കണ്ണീരും യഥാർത്ഥമായിരിക്കും. മറ്റൊരു മനുഷ്യൻ്റെ ചിരിയോ കണ്ണീരോ അഭിനയമാണെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. ഒരു സിനിമയിലെയോ നാടകത്തിലെയോ കണ്ണീര് കണ്ടാൽ പോലും
ഒപ്പം കരയുന്നവരോട് ജീവിതത്തിൽ അഭിനയിക്കുന്ന മനുഷ്യരെ പറ്റി പറഞ്ഞു കൊടുത്താൽ എങ്ങനെ വിശ്വസിക്കാനാണ്? അതറിയാവുന്ന ചില മനുഷ്യർ ഇവർക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാവും. താൻ നുകരുന്ന പൂമ്പാറ്റയ്ക്ക് തന്നോട് പ്രണയമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന പൂവിനെ പോലെയാണ് അവർ. താൻ നുകരുന്ന പൂമ്പാറ്റയ്ക്ക് തന്നോട് പ്രണയമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന പൂവിനെ പോലെയാണ് ഇവർ. തേൻ തീരുമ്പോൾ പൂമ്പാറ്റകളൊക്കെ അടുത്ത പൂവ് തേടിപ്പോകും. കൊഴിഞ്ഞു വീഴുന്ന പൂവ് പോലെ സ്വന്തം സമയവും സമ്പാദ്യവും കഴിവുമൊക്കെ ആർക്കൊക്കെയോ നുകരാൻ നൽകി ഈ മനുഷ്യരും ആർക്കും വേണ്ടാതെ അവസാനിക്കും. ആത്മാർത്ഥത നല്ലതാണ്, പക്ഷേ അന്ധമാകരുത്. കണ്ണടച്ചൊരു മനുഷ്യനെ വിശ്വസിക്കുന്നതും കണ്ണടച്ച് നടക്കുന്നതും വീഴ്ചയിലേ അവസാനിക്കൂ. കടപ്പാട് ജയേഷ് മൈനാഗപ്പള്ളി. കടപ്പാട് ജയേഷ് മൈനാഗപ്പള്ളി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് മോർണിംഗ്.